ആത്മീയമാമുണർവാലേ ദീപ്തമാക്കണേ. വചനം മഴയായി പെയ്യും, കൃപതൻ നിറവായൊഴുകും. വിടുതൽ നൽകുന്ന വചനം, അറിവിൻ്റെ പൊരുളാകും വചനം. സൗഖ്യമാ ജീവന. ആത്മീയ ഉണർവ്. യേശുവിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം 15 മുതലുള്ള തിരുവചനങ്ങൾ. അവരുടെ പ്രാതൽ കഴിഞ്ഞപ്പോൾ യേശു ശിമയോൻ പത്രോസിനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. യേശു അവരോട് പറഞ്ഞു, എൻ്റെ ആടുകളെ മേയ്ക്കുക. 2-ാം പ്രാവശ്യവും അവൻ ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. അവൻ പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. അവൻ 3-ാം പ്രാവശ്യവും അവനോട് ചോദിച്ചു, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? തന്നോട് 3-ാം പ്രാവശ്യവും നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്നവൻ ചോദിച്ചതുകൊണ്ട് പത്രോസ് ദുഃഖിതനായി. അവൻ പറഞ്ഞു, കർത്താവേ, നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. യേശു പറഞ്ഞു, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിൻ്റെ കൈകൾ നീട്ടുകയും മറ്റൊരുവൻ നിൻ്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. സ്നേഹമുള്ളവരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവും പത്രോസും തമ്മിലുള്ള സംഭാഷണമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യോഹന്നാൻ്റെ സുവിശേഷം 21-ാം അധ്യായം ആരംഭിക്കുന്നിടത്ത് 1 മുതൽ തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ തിബേരിയൂസ് കടൽ തീരമാണ്. യേശു അവിടെ ശിഷ്യന്മാരുടെ അരികിൽ പ്രത്യക്ഷപ്പെടുകയാണ്. യേശു അവരുടെ മുമ്പിലേക്ക് കടന്നു വരുന്നത് ഒരു അപരിചിതനെ പോലെയാണ്. യേശു അപരിചിതനെ പോലെ കടന്നു വന്നിട്ട് ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ കൈവശം മീൻ വല്ലതുമുണ്ടോ? അവർ പറഞ്ഞു, രാത്രി മുഴുവനും ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. യേശു അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു. യേശുവിൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് അവർ വല എറിഞ്ഞു. വല നിറയെ മത്സ്യം കിട്ടി. അവിടെ ഈ അത്ഭുതം കണ്ടപ്പോൾ, അടയാളം കണ്ടപ്പോൾ അവർക്ക് ചില സംശയങ്ങളുണ്ടായി. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു, പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. യേശു സ്നേഹിച്ചിരുന്ന ശിഷ്യൻ ഈ അത്ഭുതം കണ്ടു കഴിഞ്ഞപ്പോൾ പത്രോസിനോട് പറഞ്ഞു, അത് കർത്താവാണ്. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ പത്രോസ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അവിടെ വചനത്തിൽ 7-8 തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയാൽ നമ്മളിങ്ങനെയാണ് അവിടെ വായിക്കുക. അത് കർത്താവാണെന്ന് കേട്ടപ്പോൾ പത്രോസ് താൻ നഗ്നനാണെന്ന് കണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. അങ്ങനെയാണ് വചനം പറയുക. താൻ നഗ്നനാണെന്ന് കണ്ട് പുറംകുപ്പായം എടുത്ത് ധരിച്ച് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. എന്നാൽ മറ്റു ശിഷ്യന്മാർ വഞ്ചിയിൽ തന്നെ ഇരുന്ന് ആ വലയൊക്കെ വലിച്ചു കയറ്റി അവർ വഞ്ചി തുഴഞ്ഞ് കടൽ തീരത്തേക്ക് പോയി. പത്രോസിൻ്റെ ഈ പ്രതികരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ, പത്രോസ് എന്തൊക്കെയാണ് ചെയ്തത്? താൻ നഗ്നനാണെന്ന് കണ്ടിട്ട് ആദ്യം പുറംകുപ്പായം എടുത്ത് ധരിക്കുകയാണ് ചെയ്തത്, വസ്ത്രം ധരിക്കുകയാണ് ചെയ്തത്. അതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയത്. പിന്നീട് പത്രോസ് വെള്ളത്തിലൂടെ ഈ പുറംകുപ്പായവും ധരിച്ച് വെള്ളത്തിലൂടെ നീന്തിക്കൊണ്ടാണ് കടൽ തീരത്തേക്ക് നീന്തിക്കൊണ്ടാണ് ചെല്ലുന്നത്. സ്നേഹമുള്ളവരെ, അവിടെ ചെല്ലുമ്പോൾ യേശു ഇവരെ കാത്തിരിക്കുന്നു. അപ്പവും മീനും പ്രാതലൊക്കെ ഒരുക്കിയിട്ടുണ്ട്. യേശുവിൻ്റെ അരികിലേക്ക് ശിഷ്യന്മാർ കടന്നു ചെല്ലുന്നു. ഈ വചനഭാഗത്തെക്കുറിച്ച്
മനോഹരമായി വ്യാഖ്യാനിച്ചിട്ടുള്ള ഒരു പുസ്തകം ഒരിക്കൽ കാണുവാനിട വന്നു. ആ പുസ്തകത്തിൻ്റെ പേര് ദ ഗിഫ്റ്റ് ഓഫ് ഇന്നർ ഹീലിംഗ് എന്നാണ്. ആ പുസ്തകം എഴുതിയിരിക്കുന്നത് റൂത്ത് കാർട്ടർ സ്റ്റേപ്പിൾട്ടൺ എന്നൊരു എഴുത്തുകാരിയാണ്. റൂത്ത് കാർട്ടർ സ്റ്റേപ്പിൾട്ടൺ. അവരുടെ മനോഹരമായൊരു പുസ്തകമാണ് ദ ഗിഫ്റ്റ് ഓഫ് ഇന്നർ ഹീലിംഗ്. ആന്തരിക സൗഖ്യത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പുസ്തകമാണത്. ആ പുസ്തകത്തിൽ ഈ വചനഭാഗത്തെക്കുറിച്ച് മനോഹരമായി പഠിച്ച് അവർ മനോഹരമായിട്ട് ഈ വചനങ്ങളെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ചില ഉൾക്കാഴ്ചകൾ മനോഹരമാണ്. ഒന്ന്, പത്രോസ് താൻ നഗ്നനാണ് എന്ന് കണ്ടതിന് ശേഷം ഉടനെ തന്നെ ചെയ്ത കാര്യം എന്തായിരുന്നു? വസ്ത്രം ധരിക്കുകയാണ് ചെയ്തത്. വസ്ത്രം ധരിച്ചിട്ടാണ് പത്രോസ് വെള്ളത്തിലേക്ക് ചാടുന്നത്. സ്നേഹമുള്ളവരെ, ഒരാളുടെ നഗ്നത മാറുന്നത് എപ്പോഴാണ്? ഒരാളുടെ നഗ്നത മാറുന്നത് വസ്ത്രം ധരിക്കുമ്പോഴാണ്. വസ്ത്രം ധരിക്കുമ്പോഴാണ് ഒരാളുടെ നഗ്നത മാറുന്നതെങ്കിൽ പത്രോസ് താൻ നഗ്നനാണെന്ന് കണ്ട് വസ്ത്രം ധരിച്ചതിന് ശേഷമാണ് വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നത്. എന്തിനാണ് പത്രോസ് വസ്ത്രം ധരിച്ചതിന് ശേഷവും വെള്ളത്തിലേക്ക് എടുത്തു ചാടിയത്? സ്നേഹമുള്ളവർ, അതേക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വലിയൊരു ആത്മീയ സത്യമുണ്ട്. ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ എത്ര വസ്ത്രം ധരിച്ചാലും മനുഷ്യരെ വിട്ടുപോകാത്ത ചില നഗ്നതകളുണ്ട്. ജീവിതത്തിൻ്റെ ചില സമയങ്ങളിൽ എത്ര വസ്ത്രം ധരിച്ചാലും, ഒരു വസ്ത്രത്തിന് മേലെ എത്ര വസ്ത്രം ധരിച്ചാലും മനുഷ്യരെ വിട്ടുപോകാത്ത ചില നഗ്നതകളുണ്ട്. അവിടെ കഴിഞ്ഞകാല ജീവിതത്തിലെ ചില സംഭവങ്ങൾ, ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില വീഴ്ചകൾ, പാപകരമായ ചില അനുഭവങ്ങളിലൂടെ കടന്നുപോയത്, അത് എത്ര വസ്ത്രം ധരിച്ചാലും വിട്ടുപോകാത്ത നഗ്നതകളായി പലരെയും അലട്ടാറുണ്ട്. ഇവിടെ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് സംഭവിക്കുന്നത്. എത്ര വസ്ത്രം ധരിച്ചാലും വിട്ടുപോകാത്ത മനസ്സിൻ്റെ ഭാരങ്ങൾ പത്രോസിനെ അലട്ടിയിരുന്നു. കാരണം അത് കർത്താവാണെന്ന് മനസ്സിലായപ്പോൾ ഈ കർത്താവിനെ തള്ളിപ്പറഞ്ഞതും അവനെതിരായിട്ട് സംസാരിച്ചതുമെല്ലാം പത്രോസിൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. ഇനി ഒരിക്കലും പോകില്ല എന്ന് കരുതിയ തൊഴിലിലേക്ക് വീണ്ടും വന്നതും അതെല്ലാം പത്രോസിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോവുകയാണ്. സ്നേഹമുള്ളവരെ, പത്രോസ് മനസ്സിൻ്റെ ഭാരം കൊണ്ട് നിറഞ്ഞ്, കുറ്റബോധ ചിന്തകളാൽ നിറഞ്ഞ്, തൻ്റെ നഗ്നത വിട്ടുമാറാതെ വസ്ത്രം ധരിച്ചതിന് ശേഷം വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. അങ്ങനെ ആ വസ്ത്രത്തോടുകൂടെ പത്രോസ് നീന്തി കടൽ തീരത്തെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ മനോഹരമായൊരു കാഴ്ചയാണ്. യേശു ഒരമ്മയെപ്പോലെ അവർക്ക് വേണ്ടി പ്രാതലൊരുക്കിയിരിക്കുകയാണ്. യേശു പ്രാതലൊരുക്കി കാത്തു നിൽക്കുകയാണ്. അവിടെ ശിഷ്യന്മാരുണ്ട്, യേശുവുണ്ട്. അവർ പ്രാതലിനിരുന്നു. അതിനിടയിൽ അവിടെ തീ കൂട്ടി വച്ചിട്ടുണ്ട്. ആ തീയുടെ ചുറ്റുമാണ് ഇവരെല്ലാവരും ഇരിക്കുന്നത്. യേശു ഇവരെല്ലാവരെയും ആ തീ കൂട്ടി വച്ചിരിക്കുന്നതിന് ചുറ്റും ഇരുത്തി യേശു പത്രോസിനോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. യേശു പത്രോസിനോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. വചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും യേശു പത്രോസിനോടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. യേശു പത്രോസിനോട് ചോദിക്കുകയാണ്, ശിമയോൻ്റെ പുത്രൻ, യോഹന്നാൻ്റെ പുത്രനായ ശിമയോനെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ? സ്നേഹമുള്ളവരെ, പത്രോസിനോടാണ് യേശുവിൻ്റെ ചോദ്യം. അപ്പോൾ തീയുടെ അരികിലിരുത്തി പത്രോസിനോട് യേശു ചോദ്യം ചോദിക്കുമ്പോൾ പത്രോസിൻ്റെ ചിന്തകൾ ഇന്നലകളിലേക്ക് പോവുകയാണ്. പത്രോസ് ഇതിനു മുമ്പ് ജീവിതത്തിൽ സംഭവിച്ച ചില ചിന്തകളിലേക്ക് കടന്നു പോവുകയാണ്. ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ എഴുത്തുകാരി മനോഹരമായിട്ട് സൂചിപ്പിക്കുകയാണ്, വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ തീക്കൂട്ടിയിരിക്കുന്നൊരു ഭാഗം വേറൊരു സ്ഥലത്ത് മാത്രമാണുള്ളത്. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇതുപോലെ തീക്കൂട്ടിയിരിക്കുന്ന ഭാഗം വേറൊരു സന്ദർഭത്തിൽ മാത്രമാണ് നമുക്ക് വായിക്കാൻ സാധിക്കുക. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 18-ാം അധ്യായത്തിൽ 15 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിച്ചാൽ അവിടെ നമുക്ക് ഇതുപോലെ തീക്കൂട്ടിയിരിക്കുന്ന സന്ദർഭം കാണാൻ സാധിക്കും. ആ സന്ദർഭവും ഈ സന്ദർഭവും തമ്മിൽ ബന്ധമുണ്ട്. അന്ന് ആ തീക്കൂട്ടി ഇടുന്ന സ്ഥലത്ത് സംഭവിച്ച കാര്യങ്ങൾ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. അവിടെ ആ തീക്കൂട്ടിയിരുന്ന ഇടത്തു വെച്ചാണ് പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞത്. അന്നു മുതൽ ഈ തീയും തീയുടെ അരികിൽ ഇരിക്കുന്നതും എല്ലാം പത്രോസിൻ്റെ മനസ്സിൽ മുറിവുകളായി മാറി.
വേദനിപ്പിക്കുന്ന ഓർമ്മകളായി മാറി, സങ്കടപ്പെടുത്തുന്ന ഓർമ്മകളായി മാറി. അന്നു മുതൽ കുറ്റബോധ ചിന്തകളോടെ, ഭാരത്തോടെ, ആത്മഭാരങ്ങളോടെയാണ് ഈ ശിഷ്യൻ ജീവിക്കുന്നത്, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട്. സ്നേഹമുള്ളവരെ, ഇവിടെ യേശു വീണ്ടും ഈ ശിഷ്യന്മാരെ തിബേരിയസ് കടൽ തീരത്ത് തീ കൂട്ടി വെച്ച് അതിനു ചുറ്റും ഇരുത്തി പത്രോസിനോട്, പത്രോസെ, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് തീയുടെ അരികിലിരുത്തി ചോദിച്ചപ്പോൾ യേശുവിൻ്റെ ആ പ്രിയ ശിഷ്യൻ്റെ ഓർമ്മകൾ ഇന്നലകളിലൂടെ കടന്നു പോവുകയായിരുന്നു. അന്ന് ഒരു ദിവസം ഇതുപോലെ തീയുടെ അരികിലിരുന്നതും യേശുവിനെ തള്ളിപ്പറഞ്ഞതും എല്ലാം പത്രോസ് ഓർത്തു. പത്രോസ് അവിടെ ഇരുന്ന് വാവിട്ട് കരഞ്ഞു. പത്രോസ് യേശുവിനോട് പറഞ്ഞു, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്നേഹമുള്ളവരെ, ഒരു പ്രാവശ്യം ചോദിച്ചുകൊണ്ട് യേശു തൃപ്തിപ്പെടുന്നില്ല. യേശു പത്രോസിനോട് 3 പ്രാവശ്യമാണ് ചോദിക്കുന്നത്. കാരണം 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ അതേ നാവുകൊണ്ട് യേശു അതേ നാവുകൊണ്ട് തന്നെ 3 പ്രാവശ്യം തന്നെ അറിയുമെന്നും സ്നേഹിക്കുന്നുമെന്നും തീയുടെ അരികിലിരുത്തി പത്രോസിനോട് യേശു പറയിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ അവിടെ നടക്കുന്നത് വലിയൊരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു, ആന്തരിക സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയായിരുന്നു. പത്രോസിൻ്റെ ഓർമ്മകളെ യേശു കഴുകുകയായിരുന്നു, വേദനിപ്പിക്കുന്ന ഓർമ്മകളെ യേശു വിശുദ്ധീകരിക്കുകയായിരുന്നു, പത്രോസിനെ മനസ്സിൻ്റെ ഭാരങ്ങളിൽ നിന്ന് യേശു സുഖപ്പെടുത്തുകയായിരുന്നു. സ്നേഹമുള്ളവരെ, ഈ 3 പ്രാവശ്യം യേശു പത്രോസിനോട് ഇങ്ങനെ ചോദിച്ച് തള്ളിപ്പറഞ്ഞ് അതേ നാവുകൊണ്ട് തന്നെ ഏറ്റുപറയിപ്പിച്ച് പത്രോസിൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങളെല്ലാം കണ്ണുനീർത്തുള്ളികളായി അലിയിച്ച് കളയിച്ചതിനു ശേഷമാണ് യേശു പത്രോസിന് വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നത്. നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുമ്പോൾ തിരുസഭയെ നയിക്കുവാനുള്ള വലിയൊരു ദൗത്യമാണ് യേശു അവിടെ പത്രോസിനെ ഏൽപ്പിക്കുന്നത്. തിരുസഭയെ നയിക്കുന്നുള്ള വലിയൊരു ദൗത്യമാണ് യേശു പത്രോസിനെ ഏൽപ്പിക്കുന്നത്. സ്നേഹമുള്ളവർ, ഈ ഒരു വലിയ ദൗത്യം യേശു പത്രോസിനെ ഏൽപ്പിക്കുന്നതിന് മുമ്പ് യേശു പത്രോസിനെ പൂർണ്ണമായിട്ടും സുഖപ്പെടുത്തുകയാണ്. അതിൻ്റെ കാരണം എന്താണ്? ഈ പത്രോസ് ഈ മുറിവേറ്റ അനുഭവങ്ങളോടുകൂടെ ജീവിച്ചാൽ, ഈ കുറ്റബോധ ചിന്തകളോടുകൂടെ ജീവിച്ചാൽ, ആത്മഭാരത്തോടുകൂടെ ജീവിച്ചാൽ അവനെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം വേണ്ടതുപോലെ നിർവഹിക്കുവാൻ പത്രോസിന് സാധിക്കുകയില്ല എന്ന് യേശുവിന് വ്യക്തമായിട്ടറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ്റെ ആത്മവിശ്വാസത്തെ ബാധിക്കുന്ന മനസ്സിൻ്റെ ഭാരങ്ങളെ, ഇന്നലകളെക്കുറിച്ചുള്ള ഓർമ്മകളെ, ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെക്കുറിച്ചുള്ള ദുഃഖങ്ങളെ സുഖപ്പെടുത്തിയതിന് ശേഷമാണ് കർത്താവ് പത്രോസിനെ വലിയൊരു ദൗത്യം ഏൽപ്പിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഈ മനോഹരമായ വചനഭാഗത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിന് പോലും കഴിഞ്ഞകാല ഓർമ്മകളിൽ നിന്ന് സൗഖ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കി യേശു പത്രോസിനെ ഇങ്ങനെ ചില സന്ദർഭങ്ങളിലൂടെ, ഒരു സന്ദർഭത്തിലൂടെ പത്രോസിന് സൗഖ്യം നൽകിയെങ്കിൽ, സ്നേഹമുള്ളവരെ, എനിക്കും നിങ്ങൾക്കും സൗഖ്യം ആവശ്യമാണ്. കഴിഞ്ഞകാല അനുഭവങ്ങളിൽ നിന്ന്, മുറിവേറ്റ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് സൗഖ്യം ആവശ്യമാണ്. വേദനിപ്പിക്കുന്ന ഓർമ്മകൾക്ക് സൗഖ്യം ആവശ്യമാണ്. ജീവിതത്തിൽ വന്നുപോയ വീഴ്ചകളെക്കുറിച്ചോർത്തുള്ള സങ്കടങ്ങളിൽ നിന്ന് നമുക്ക് സൗഖ്യം ആവശ്യമാണ്. നമുക്കെല്ലാവർക്കും സൗഖ്യം ആവശ്യമാണ്. ഒരു പുരോഹിതനെന്ന നിലയിൽ കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യം വേണ്ടതുപോലെ നിർവഹിക്കാൻ സാധിക്കണമെങ്കിൽ ആ പുരോഹിതൻ്റെ മുൻകാല അനുഭവങ്ങളിലെ മുറിവേറ്റ അനുഭവങ്ങളിൽ നിന്ന് സൗഖ്യം ആവശ്യമാണ്. ഒരു സിസ്റ്ററിന് വേണ്ടതുപോലെ ദൈവം ഏൽപ്പിക്കുന്ന ദൗത്യം നിറവേറ്റാൻ സാധിക്കണമെങ്കിൽ ചില ഓർമ്മകളിൽ നിന്ന് സൗഖ്യം ആവശ്യമാണ്. ഒരു ഭർത്താവിന് വേണ്ടതുപോലെ കുടുംബത്തെ നയിക്കാൻ സാധിക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ചില മുൻകാല അനുഭവങ്ങളിൽ നിന്ന്, ഓർമ്മകളിൽ നിന്ന് സൗഖ്യം ആവശ്യമാണ്. ഒരു ഭാര്യയ്ക്ക് വേണ്ടതുപോലെ ഭർത്താവിനെ സ്നേഹിക്കാനും മക്കളെ നോക്കി വളർത്താനും സാധിക്കണമെങ്കിൽ തീർച്ചയായും ഭാരപ്പെടുത്തുന്ന ഓർമ്മകളിൽ നിന്ന് സൗഖ്യം ആവശ്യമാണ്. പത്രോസിന് യേശു നൽകിയതുപോലെയുള്ള സൗഖ്യം നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവിടെ യേശു വിതക്കാരൻ്റെ ഉപമ പഠിപ്പിക്കുന്നുണ്ട്. യേശു വിതക്കാരൻ്റെ ഉപമ പഠിപ്പിക്കുമ്പോൾ നമുക്ക് സുപരിചിതമായ ഒരു ഉപമയാണ്. വിതക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. വിത്തുകളിൽ ചിലത് വഴിയരികിൽ വീണു, വിത്തുകളിൽ ചിലത് പാറപ്പുറത്ത് വീണു, വിത്തുകളിൽ ചിലത് മുൾച്ചെടികൾക്കിടയിൽ വീണു, വിത്തുകളിൽ ചിലത് നല്ല നിലത്ത് വീണു.
ഈ വിത്തുകൾക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് വചനം പറയുന്നുണ്ട്. വഴിയരികിൽ വീണ വിത്തുകൾ പക്ഷികൾ കൊത്തിക്കൊണ്ടുപോയി. പാറപ്പുറത്ത് വീണ വിത്തുകൾ, അവയ്ക്ക് അധികം വേര് താഴേക്ക് ആഴ്ന്നിറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ആ ചെടികൾ കരിഞ്ഞുപോയി. മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തുകൾ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഞെരിഞ്ഞമർന്ന് അത് ഇല്ലാതായിപ്പോയി. എന്നാൽ നല്ല നിലത്ത് വീണ വിത്തുകൾ, ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചു. സ്നേഹമുള്ളവരെ, ഈ ഉപമ നമുക്ക് സുപരിചിതമായ ഉപമയാണ്. നമ്മൾ പതിവായിട്ട് ഈ വിത്തുകൾക്ക് എന്തു സംഭവിച്ചു, വഴിയരികിൽ വീണ വിത്തിനും പാറപ്പുറത്ത് വീണ വിത്തിനും മുൾച്ചെടികൾക്കിടയിൽ വീണ വിത്തിനും എന്തൊക്കെ സംഭവിച്ചു എന്ന് പലപ്പോഴും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് നല്ല നിലത്ത് വീണ വിത്തുകൾക്ക് എന്താ സംഭവിച്ചതെന്നതിനെ കുറിച്ചാണ്. നല്ല നിലത്ത് വീണ വിത്തുകൾക്ക് എന്താ സംഭവിച്ചത്? നല്ല നിലത്ത് വീണ വിത്തുകൾ പല വിധങ്ങളിലാണ് ഫലം പുറപ്പെടുവിച്ചത്. ചിലത് 30 മേനി പുറപ്പെടുവിച്ചു, ചിലത് 60 മേനി പുറപ്പെടുവിച്ചു, ചിലത് 100 മേനി പുറപ്പെടുവിച്ചു. എന്തുകൊണ്ടാണ് ഇത് പല വിധങ്ങളിൽ നല്ല നിലത്ത് വീണ വിത്തുകൾ ഫലം പുറപ്പെടുവിച്ചത്? സ്നേഹമുള്ളവരെ, നമ്മൾ ഈ ഉപമയെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ പഠിച്ചാൽ വിതക്കാരൻ എന്ന് പറയുന്ന യേശുവാണ്, വിത്തെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. അപ്പോൾ വിതക്കാരനായ യേശു വിതയ്ക്കുമ്പോൾ എവിടെ വിതയ്ക്കുമ്പോഴും ഒരു കുറവും സംഭവിക്കുന്നില്ല. വിത്തെന്ന് പറയുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനം എല്ലാം ഒന്നുപോലെയാണ്. ദൈവത്തിൻ്റെ വചനം അത് പെർഫെക്റ്റ് ആണ്, അത് പൂർണ്ണമാണ്, ഒരു കുറവുമില്ല. അപ്പോൾ പിന്നെ വിതക്കാരൻ യേശുവും വിത്ത് ദൈവത്തിൻ്റെ വചനവുമാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് നല്ല നിലത്ത് വീണ വിത്തുകൾ പല വിധങ്ങളിൽ ഫലം പുറപ്പെടുവിച്ചത്? സ്നേഹമുള്ളവരെ, അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം ഇതാണ്. വിതക്കാരനായ യേശു ദൈവവചനമാകുന്ന വിത്ത് വിതയ്ക്കുന്നത് നല്ല മണ്ണിലാണ്. ഈ നല്ല മണ്ണ് ഞാനും നിങ്ങളൊക്കെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഈ നല്ല നിലത്ത് വീണ വിത്ത് പല വിധങ്ങളിൽ ഫലം പുറപ്പെടുവിച്ചത്? അതിൻ്റെ കാരണം ഇതാണ്. അത് നല്ല നിലമായിരുന്നെങ്കിലും ആ നല്ല നിലത്തിൽ എല്ലായിടത്തും ഒരേപോലെ ആയിരുന്നില്ല മണ്ണ്. എല്ലായിടത്തും ഒരേപോലെ ആയിരുന്നില്ല മണ്ണ്. ചില സ്ഥലങ്ങളിൽ വളക്കൂറ് കൂടുതലുണ്ടായിരുന്നു, ചില സ്ഥലങ്ങളിൽ ഈ വിത്തിന് വളരുന്നതിന് തടസ്സമായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു, ചില സ്ഥലങ്ങളിൽ ആവശ്യത്തിന് വെള്ളമില്ലായിരുന്നു. അങ്ങനെ നല്ല നിലമായിരുന്നെങ്കിൽ പോലും അത് പല വിധങ്ങളിലായിരുന്നു ആ മണ്ണ്. അതുകൊണ്ടാണ് ഈ വിത്തുകൾ പല വിധത്തിൽ ഫലം പുറപ്പെടുവിച്ചത്. അപ്പോൾ സ്നേഹമുള്ളവരെ, വിതക്കാരനായ യേശു ദൈവജനമാകുന്ന വിത്ത് ഞാനും നിങ്ങളുമാകുന്ന മണ്ണിൽ വിതയ്ക്കുമ്പോൾ അത് കൂടുതൽ ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? വിതക്കാരന് ഒരു മാറ്റവും വരുത്താനില്ല, വിത്തുകൾക്ക് യാതൊരു മാറ്റവും വരുത്താനില്ല. കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യം ഇതാണ്. നമ്മളാകുന്ന മണ്ണിൻ്റെ ക്വാളിറ്റി കൂട്ടിയെടുക്കുക. നമ്മളാകുന്ന മണ്ണ് കൂടുതൽ നമ്മളാകുന്ന മണ്ണ് കൂടുതൽ ഫലപുഷ്ടിയുള്ളതാക്കി മാറ്റുക. നമ്മളാകുന്ന മണ്ണിൻ്റെ ക്വാളിറ്റി കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ നമുക്ക് ചെയ്യാനുള്ള കാര്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമ്മളാകുന്ന മണ്ണ് ഒത്തിരിയേറെ അനുഭവങ്ങൾ കൊണ്ട് സമ്പന്നമാണ്. നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ, കുടുംബത്തിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങൾ, കുട്ടിക്കാലത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള അനുഭവങ്ങൾ, ഇങ്ങനെ കുറേ അനുഭവങ്ങൾ കൊണ്ട് നമ്മളാകുന്ന മണ്ണ് പ്രത്യേകതകൾ നിറഞ്ഞൊരു മണ്ണാണ്. ആ മണ്ണിനെ യേശുവിൻ്റെ രക്തം കലർത്തി വിശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറാൻ സാധിക്കും, കൂടുതൽ സൗഖ്യമുള്ളവരായി മാറാൻ സാധിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഒരിക്കൽ ഒരു തോമസ് ചേട്ടൻ, അദ്ദേഹം കാർഷിക സർവകലാശാലയിൽ പോയി. കാർഷിക സർവകലാശാലയിൽ അവിടെ ഒരു പ്രദർശന മത്സരം നടക്കുകയാണ്, കാർഷിക പ്രദർശനം നടക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ ചെന്നു, തോമസ് ചേട്ടൻ അവിടെ ചെന്നിങ്ങനെ ഓരോന്ന് കണ്ടിങ്ങനെ നടക്കുമ്പോൾ തോമസ് ചേട്ടന് വളരെ സന്തോഷം കിട്ടിയ ഒരു കാര്യം ഇതായിരുന്നു. ഒരു പടവലങ്ങത്തോട്ടം അദ്ദേഹം കണ്ടു. അപ്പോൾ ഈ പടവലങ്ങത്തോട്ടം അദ്ദേഹം കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. കാരണം അവിടെ നല്ല വലിയ പടവലങ്ങികൾ നല്ല നീളത്തിലിങ്ങനെ കിടക്കുന്നു. 7, 8 അടി, 6, 7 അടിയൊക്കെ നീളത്തിലിങ്ങനെ നല്ല 5-6 അടി നീളത്തിലിങ്ങനെ നീണ്ടു കിടക്കുന്ന വലിയ പടവലങ്ങൾ കണ്ട് അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. അദ്ദേഹം അവിടെ ചെന്ന് ഈ കാർഷിക തോട്ടം, അതിൻ്റെ പ്രദർശനത്തോട്ടത്തിൽ അവിടെയുള്ളവരെ കണ്ട്, ആ കാർഷിക സർവകലാശാലയിലെ അവിടുത്തെ ആളുകളെ കണ്ട് അവരോട് ചോദിച്ചു, എനിക്ക് ആ പടവലങ്ങികളെ കണ്ടിട്ട് കൊതിയാവുന്നു, അതുപോലെ പടവലങ്ങി ഉണ്ടാകാൻ എന്താ ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ അവർ പറഞ്ഞു, അതിനെന്താ,
ഞങ്ങൾ ഉപയോഗിക്കുന്നത് വളരെ മുന്തിയ ഇനം ഹൈബ്രിഡ് വിത്താണ്. അത് വാങ്ങിക്കൊണ്ടുപോയി നട്ടാൽ താങ്കൾക്കും ഇതുപോലെ നല്ല വലിയ പടവലങ്ങികൾ താങ്കളുടെ സ്ഥലത്ത് താങ്കൾക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും, പുറപ്പെടുവിക്കാൻ സാധിക്കും. അപ്പോൾ തോമസ് ചേട്ടന് വലിയ സന്തോഷമായി. അദ്ദേഹം നല്ല വില കൊടുത്ത് ആ മുന്തിയ ഇനം വിത്തുകളൊക്കെ വാങ്ങി അദ്ദേഹം വളരെ സന്തോഷത്തോടെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്കുള്ള യാത്രക്കിടയിൽ അദ്ദേഹം ബസ്സിലിരുന്ന് ഇങ്ങനെ കുറേ സ്വപ്നങ്ങൾ കണ്ടു. ഈ വിത്തുകളൊക്കെ നടുന്നതും ഒത്തിരിയേറെ വലുപ്പമുള്ള പടവലങ്ങികൾ ഉണ്ടാകുന്നതും അതൊക്കെ വിറ്റ് അദ്ദേഹം സമ്പന്നനാകുന്നതും അതെല്ലാം അദ്ദേഹം സ്വപ്നം കണ്ടു ആ യാത്രയിൽ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഈ വിത്തുകളൊക്കെ എടുത്ത് തനിക്ക് 1-2 ഏക്കർ സ്ഥലമുണ്ട്, അവിടെയൊക്കെ കൊണ്ടുപോയി ആ വിത്തുകളൊക്കെ പാകാൻ തുടങ്ങി. അങ്ങനെ പാകി അദ്ദേഹം അതിനുശേഷം ആവശ്യത്തിന് അദ്ദേഹത്തിന് അറിയാവുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് വിത്തുകളൊക്കെ മുളച്ചു. സ്നേഹമുള്ളവരെ, അങ്ങനെ അദ്ദേഹം നല്ല വലിയ പന്തലുണ്ടാക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത്രയും വലിയ പടവലങ്ങികൾ ആയതുകൊണ്ട് നല്ല ശക്തിയുള്ള പന്തൽ തന്നെ ഉണ്ടാക്കണം. അങ്ങനെ അദ്ദേഹം നല്ല ശക്തിയുള്ള പന്തലൊക്കെ ഉണ്ടാക്കി. അങ്ങനെ ഈ വിത്തുകൾ, ഈ ചെടി വലുതായി, അത് കായ്ക്കാൻ തുടങ്ങി. അങ്ങനെ പടവലങ്ങികളുണ്ടായി. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഈ തോമസ് ചേട്ടൻ നോക്കിയിട്ട് ഈ പടവലങ്ങികൾ അന്ന് കാർഷിക പ്രദർശനത്തോട്ടത്തിൽ കണ്ടതുപോലെ ഇത് വളരുന്നില്ല. അവിടെ 3, 4, 5 ഒക്കെ അടി നീളത്തിൽ വളർന്നിരുന്ന പടവലങ്ങികളാണെങ്കിൽ ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇത് മുരിങ്ങാക്കോല് പോലെ നിൽക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മുരിങ്ങാക്കോല് പോലെ വലുപ്പമില്ലാതെ നിൽക്കുന്നു. ഇത് കണ്ട് ഈ തോമസ് ചേട്ടനാകെ സങ്കടമായി. എന്താ സംഭവിച്ചത്? അവർ തന്നെ പറ്റിച്ചോ? എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് ഏറെ സങ്കടമായി. അദ്ദേഹം പിറ്റേ ദിവസം വീണ്ടും ഈ മണ്ണുത്തിയിലേക്ക് ചെന്നു. അവിടെ ചെന്ന് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്നെ പറ്റിച്ചു അല്ലേ? നിങ്ങൾ എനിക്ക് തന്ന വിത്ത് വേറെ വിത്തായിരുന്നു അല്ലേ? കാരണം എൻ്റെ കയ്യിൽ നിന്ന് നല്ല വിലയൊക്കെ വാങ്ങി നിങ്ങൾ തന്ന വിത്ത് കൊണ്ടുപോയി ഞാൻ നട്ടെങ്കിലും ഇതുപോലെയുള്ള പടവലങ്ങിയൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഉടനെ തന്നെ കാർഷിക സർവകലാശാലയിൽ ഉണ്ടായിരുന്നവർ തോമസ് ചേട്ടനോട് ഒരു ചോദ്യം ചോദിച്ചു. തോമസ് ചേട്ടൻ മണ്ണ് പരിശോധന നടത്തിയിട്ടാണോ ഈ കൃഷി ആരംഭിച്ചത്? അപ്പോൾ തോമസ് ചേട്ടൻ എന്തിനാ മണ്ണ് പരിശോധന നടത്തുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, മണ്ണ് പരിശോധന നടത്തണം. ഞങ്ങൾ കാർഷിക സർവകലാശാലയിൽ കൃഷി ചെയ്യുമ്പോൾ മണ്ണ് പരിശോധന നടത്തും. ഈ മണ്ണിൻ്റെ ക്വാളിറ്റി, ഗുണമേന്മ ഞങ്ങൾ പരിശോധിക്കും. അതിൽ എന്തെങ്കിലും ചേർക്കാനുണ്ടെങ്കിൽ ആ വളങ്ങൾ ഞങ്ങൾ ചേർക്കും. എന്തെങ്കിലും വിശുദ്ധീകരിക്കാൻ, ക്രമീകരിക്കാനുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മരുന്നുകൾ ഞങ്ങൾ ചേർക്കും. അങ്ങനെ എല്ലാ മണ്ണും ഒരേപോലെ ആക്കിയിട്ടാണ് ഞങ്ങൾ അവിടെ കൃഷി ചെയ്യുന്നത്. അങ്ങനെ മണ്ണ് പരിശോധന നടത്തി അതിനുശേഷം കൃഷി ചെയ്യുമ്പോഴാണ് ഇത്രയധികം ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്. തോമസ് ചേട്ടൻ മണ്ണ് പരിശോധന നടത്താതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോഴാണ് തോമസ് ചേട്ടന് മനസ്സിലായത്, മുന്തിയ ഇനം വിത്ത് ആയതുകൊണ്ട് മാത്രം ധാരാളം ഫലം പുറപ്പെടുവിക്കുകയില്ല. അത് വിതയ്ക്കുന്ന മണ്ണ്, അതിൻ്റെ പ്രത്യേകതകൾ മനസ്സിലാക്കി വളം ചേർക്കാനുള്ളത് ചേർക്കുകയും ചെടിയുടെ വളർച്ചയ്ക്ക് എതിരായിട്ട് നിൽക്കുന്നതിനാവശ്യമായ മരുന്ന് ചേർക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് അത് വേണ്ട വിധത്തിൽ ക്രമീകരിക്കാൻ സാധിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ സ്നേഹമുള്ളവരെ, ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ ചില വിത്തുകൾ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നത് വ്യത്യസ്തമായി തീരുന്നതിൻ്റെ കാരണം ഇതാണ്. മണ്ണിൽ നല്ല മണ്ണാണെങ്കിലും എല്ലാം ഒരുപോലെ ആയിരുന്നില്ല. സ്നേഹമുള്ളവരെ, ഇതുപോലെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. നമ്മുടെ മനസ്സിൽ പല വിധത്തിലുള്ള അനുഭവങ്ങളുണ്ട്. മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുണ്ട്, കുടുംബങ്ങളിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളുണ്ട്, കുട്ടിക്കാലത്ത് കിട്ടിയ അനുഭവങ്ങളുണ്ട്. ഈ അനുഭവങ്ങൾ ഉള്ളതുകൊണ്ട് അവിടെ വിതയ്ക്കപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം വേണ്ടതുപോലെ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്നു. അവിടെ വേണ്ട വിധത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളാകുന്ന മണ്ണിൻ്റെ ക്വാളിറ്റി കൂട്ടിയെടുക്കണം, ഗുണമേന്മ കൂട്ടിയെടുക്കണം. അതിന് യേശുവിൻ്റെ രക്തം നമ്മളാകുന്ന മണ്ണിൽ കലർത്തി അവയെ വിശുദ്ധീകരിക്കണം. അപ്പോൾ തീർച്ചയായും വലിയ സൗഖ്യത്തിലേക്ക് കടന്നു വരാനും കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാനും നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ വചനത്തിലൂടെ കടന്നു പോകുമ്പോൾ വചനം ഇങ്ങനെ പറയുകയാണ്. എഫേസൂസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22-23 തിരുവചനങ്ങൾ, നിങ്ങളുടെ പഴയ ജീവിത രീതികളിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ ദൂരെ എറിയുവിൻ. പ്രത്യുത മനസ്സിൻ്റെ ചൈതന്യത്താൽ നവീകരിക്കപ്പെട്ട യഥാർത്ഥമായ വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട് മനസ്സിനും ആത്മാവിനും ശരീരത്തിനും സൗഖ്യം ലഭിച്ച് കൂടുതൽ ഫലം പുറപ്പെടുവിക്കുന്നവരായി നമുക്ക് മാറാം.
അതിനുവേണ്ടി ഈ ദിവസം പ്രത്യേകമായിട്ട് ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പത്രോസിന് സൗഖ്യം കൊടുത്ത യേശു നിങ്ങൾക്ക് ഓരോരുത്തർക്കും സൗഖ്യം നൽകട്ടെ, കൂടുതൽ ശക്തിയുള്ളവരാക്കി നിങ്ങളെ മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ, പരിശുദ്ധാത്മാവേ വേഗം വരണേ, പരിശുദ്ധാത്മാവേ എന്നിൽ വരണേ. ആരാധിക്കുന്നു ഞങ്ങൾ